സാംസനെ കാണാനായിരിക്കും എല്ലാവരും സ്റ്റേജിലേക്ക് തന്നെ നോക്കിയിരിക്കുന്നത് അല്ലേ? വെറുതെയാ. അതെ സിസ്റ്ററെ, മുന്നോട്ടല്ല, ദാ ഇങ്ങോട്ട് പുറകോട്ട് നോക്ക്. ഞാനിതാ ഇവിടെയാ. ഉള്ളത് പറഞ്ഞതാ. സ്റ്റേജിലേക്ക് തന്നെ നോക്കിയിരുന്നാൽ നിങ്ങൾക്ക് സാംസന്റെ മുഖം കാണാൻ പറ്റില്ല. എൻ്റെ വാക്ക് വേണമെങ്കിൽ എഴുതി വെച്ചോളൂ, നിങ്ങൾ സാംസന്റെ മുഖം കാണില്ല. ആന്നേ. പിന്നെ എന്നാ തേങ്ങ കാണാനാണ് ഞങ്ങളിവിടെ വന്നതെന്നല്ലേ ഇതാ ആ വെള്ള ഷർട്ടിട്ട ചേട്ടൻ ചോദിച്ചത്. നായകന്റെ മുഖം കാണാതെ പിന്നെ എങ്ങനെയാന്നായിരിക്കും അല്ലേ? എന്നാ സിസ്റ്ററെ, ഞാൻ ആരാന്ന്? അതിപ്പോ എന്താ പറയണ്ടേ, നിങ്ങൾ എന്നെ ഈ നാടകത്തിൻ്റെ സൂത്രധാരനെന്നോ നിർവാഹകനെന്നോ ഒക്കെ വിളിച്ചോളൂ. പക്ഷേ കൂടുതൽ ഇഷ്ടം മലക് എന്ന വിളി കേൾക്കാനാണ്. മലക് ഗബ്രിയേൽ. നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഗബ്രിയേൽ മാലാഖ, ദൈവത്തിൻ്റെ സന്ദേശവാഹകൻ. ലുക്ക് കണ്ട് ചിരിക്കണ്ട. കാലത്തിനനുസരിച്ച് ഒന്ന് പരിഷ്കരിച്ചു എന്നേ ഉള്ളൂ. പിന്നെ എൻ്റെ പ്രസംഗം കേൾക്കാനല്ല നിങ്ങളൊക്കെ ഇവിടെ വന്നിരിക്കുന്നതെന്ന് എനിക്കറിയാം. പക്ഷേ ഈ നാടകത്തിൽ സജീവമായി ഇടപെട്ടിട്ടുള്ള ഒരാളെന്ന നിലയിൽ എനിക്ക് ചിലത് നിങ്ങളോട് പറഞ്ഞേ തീരൂ. ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു വെറും ബൈബിൾ നാടകമല്ല, മറിച്ച് കാലാന്തരങ്ങളിലൂടെ സഞ്ചരിക്കുന്ന, എന്താ പറയുക, ടൈം ട്രാവൽ ചെയ്യുന്ന ഒരു നാടകമാണ്. ഇതിൽ നായകനുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, വില്ലനുണ്ടോ എന്ന് ചോദിച്ചാൽ അതും ഉണ്ട്. പക്ഷേ ആരാണ് നായകനെന്നും വില്ലനെന്നും ഒടുവിൽ പറയേണ്ടത് നിങ്ങളായിരിക്കും. ഓ ജോസച്ചോ, നിർത്തി. ഞാൻ നിർത്തി. ഇനി നിങ്ങൾ കണ്ടോളൂ. ടൈം ട്രാവൽ അല്ലേ? അപ്പോൾ കഴിഞ്ഞ മാസം വെച്ചങ്ങ് തുടങ്ങാം.
ഇതൊരു മുന്നറിയിപ്പല്ല, ഇത് മൊസാദിന്റെ വിലയിരുത്തലാണ്. ഒരുപക്ഷെ തീരുമാനത്തിലേക്ക് നീളാവുന്ന വിലയിരുത്തൽ. നാം വീണേക്കാം, പക്ഷേ നോക്കൂ, അനേക വർഷങ്ങളുടെ ഗവേഷണത്തിൻ്റെ ഉത്തരത്തിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നിഗമനങ്ങൾ ശരിയായിരുന്നു. 3100ഓളം വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന ഏതോ ജീവിയുടെ അസ്ഥിയിൽ നിന്ന് നമ്മുടെ റിസർച്ച് ടീം ഏറ്റവും ആധുനികമായ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് വേർതിരിച്ച് കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നത് ഏതാണ്ട് 900ഓളം വ്യത്യസ്ത രക്തക്കറകളാണ്. രാക്ഷസരൂപിയായ ഏതോ ഒരു ശക്തിയുടെ നരനായാട്ടിന്റെ സാക്ഷ്യപത്രമാണ് നമ്മുടെ കയ്യിലുള്ളത്. ചരിത്രവുമായി കൂട്ടിവെച്ച് നോക്കിയാൽ ഇത് മൊത്തത്തിൽ ഒരു പുകമറയില്ലേ, ഒരു ക്യൂരിയോസിറ്റി അല്ലേ? അത് നല്ലതാണ്. അപ്പോൾ എങ്ങനെയാ, കുറച്ച് പുറകോട്ട് പോയാലോ? പുറകോട്ട് എന്ന് പറയുമ്പോൾ ഒരു 3100 വർഷം പുറകിലേക്ക്. യെരുശലേമിലെ സോറായിൽ ദാൻ ഗോത്രക്കാരനായ മനോവ എന്നൊരാളുണ്ടായിരുന്നു. അവന് വന്ധ്യയായ ഒരു ഭാര്യയും. കണ്ണു ചിമ്മുന്നിതാ, താഴ്വാരം പൂത്തുലയും നിതാ. താരകം കണ്ണു ചിമ്മുന്നിതാ, താഴ്വാരം പൂത്തുലയും നിതാ. ഹൃദയമൊരുക്കൂ, ഇസ്രായേലേ സ്വർഗാധിപനെ വാഴ്ത്തൂ. ഹൃദയമൊരുക്കൂ, നാഥനെ വാഴ്ത്തൂ. ഇസ്രായേലേ സ്വർഗാധിപനെ വാഴ്ത്തൂ. ദൈവദൂതൻ ഞാൻ സ്വർഗദൂതമായി വന്നോ, മനോവദൻ സഖിയേ നീ ആനന്ദിച്ചാലും. ദൈവദൂതൻ ഞാൻ സ്വർഗദൂതമായി വന്നോ, മനോവദൻ സഖിയേ നീ ആനന്ദിച്ചാലും. ഇരുളിൽ ദീപം തെളിയും പോലെ നിലവിൽ നാഥൻ നിറയും നിമിഷം. ഉദരം ഇനിയൊരു ഖേദം വളരും, അവിടൊരു ജീവൻ.
എന്നത് നീ അറിയുക. നിൻ ഹൃദയം നിറയും നിർവൃതിയുയിരിൽ ഉയരും ഉത്തരമുള്ളിൽ പരനീ വാഴ്ത്തുക. കാവലാകാ ധീരനാകാ വളരും നിന്നിൽ ഒരു നായകൻ. ഹൃദയമൊരുക്കൂ നാഥനെ വാഴ്ത്തൂ. ഇസ്രായേലേ സ്വർഗാധിപനെ വാഴ്ത്തൂ. നാസീർ വ്രതം അനുഷ്ഠിക്കാം, ദൈവസമക്ഷം ജീവിക്കാം. ലഹരിതൻ മധുരമറിയാതെ ക്ഷൗരസ്പർശനം ഏൽക്കാതെ ദൈവത്തിൻ മകനായി വളരാൻ ഒരു നായകൻ. കാവലാകാ ധീരനാകാ വളരും നിന്നിൽ ഒരു നായകൻ. വളരും നിന്നിൽ ഒരു നായകൻ. ഹൃദയമൊരുക്കൂ നാഥനെ വാഴ്ത്തൂ. ഇസ്രായേലേ സ്വർഗാധിപനെ വാഴ്ത്തൂ. ഹൃദയമൊരുക്കൂ നാഥനെ വാഴ്ത്തൂ. ഇസ്രായേലേ സ്വർഗാധിപനെ വാഴ്ത്തൂ. ദാ നോക്കൂ, ഹനൂക്ക ഉത്സവത്തിന്റെ 5-ാം നാൾ അഷ്ടമി രാത്രിയിൽ ആടിയുളഞ്ഞ അമൃതമരത്തിന്റെ അടിയിൽ അന്തിനിദ്ര പൂകിയ അതിഭീകര സിംഹരാജന്റെ അസ്ഥിക്കുഴിയിൽ ഉരുവായ തേൻപുറ്റിലെ അടിത്തുണ്ട മാടലോടപ്പലകയിൽ ആഞ്ഞു പിഴിഞ്ഞൂറ്റിയ കഠിതേൻ. കാലത്തിന്റെ ആഴത്തിൽ പഴുത്ത തേൻ, ഭോക്താവിൽ നിന്ന് വന്ന ഭോജനം, മല്ലനിൽ നിന്ന് വന്ന മധുര്യം. അല്ല സുഹൃത്തെ, ഈ അവസാനം പറഞ്ഞ വാചകം ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. അത് നമ്മുടെ സാംസം പറഞ്ഞ കറങ്കഥയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് തേൻ വേണോ? മായമില്ല, മരുന്നിന് പോലും ശർക്കര ചേർത്തിട്ടുമില്ല. 2 അളവിന് 3 ദ്രാക്മ തന്നാൽ മതി. എടുക്കട്ടോ? എടാ കള്ളപ്പന്നി, ഇന്നലെ നീ ഇവിടുന്ന് കട്ട തേനിൻ്റെ ദ്രാക്മ മുഴുവൻ വെച്ചിട്ട് പോയിക്കോ. ഇല്ലെങ്കിലേ ഇടപെടുന്നത് ഞാനായിരിക്കത്തില്ല. സോറായിലെ സാംസൺ നേരിട്ടങ്ങ് ഇടപെടും. നീ നോക്ക്, സാംസന്റെ ആളാ പറയുന്നേ. അവൻ ഇറങ്ങുവേ. സാംസന് കൂടി പങ്കുള്ള കച്ചവടമാണെന്ന് കൂട്ടിക്കോ. ദേ, മര്യാദയ്ക്കാണെങ്കിൽ നീ ഒരു 10 ദ്രാക്മ വെച്ചിട്ട് പോയിക്കോ. ഇല്ലെങ്കിൽ അവൻ നിന്നെ പിഴിഞ്ഞ് നീ പണ്ട് കുടിച്ച മുലപ്പാൽ വരെ ഇവിടെ കാക്കിക്കും. അയ്യോ, സാംസന്റെ ആളായിരുന്നല്ലേ? അറിഞ്ഞില്ല, മാപ്പാക്കണം. മുഴുവനും ഉണ്ട്. കൂടുതൽ മെഴുകാതെ പോയിക്കോ. വിട്ടേക്കാം. ഞാൻ അവനോട് പറയാനൊന്നും പോകുന്നില്ല. പോ 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 പോ. അപ്പോൾ ഈ സാംസൺ ഒരു ഭീകരനാണല്ലേ? താനൊരു വരത്തനല്ലേ? വേഷം കണ്ടാലും തോന്നും. ഇങ്ങനെ വേഷം ഇട്ട് ഒരുത്തനെ ഞാനിവിടെ കണ്ടിട്ടുമില്ല. എടോ, സാംസൺ എന്ന് പറഞ്ഞ അതൊരു മരക്കട്ടയാ. 1000 കോടാലി ഒന്നിച്ചു വീണാലും തൊലി പോലും ചെത്താൻ കഴിയാത്ത മരക്കട്ട. ഓ, ആജാനുബാഹു, ബലിഷ്ഠകരം, വജ്രഹൃദയം, അചഞ്ചല ചിത്തം, അഗ്നിദൃഷ്ടി, വീരശ്വാസം, പർവ്വതബലം, അദമ്യ ശക്തി, ദൃഢനിശ്ചയം, അതിഭയങ്കര പ്രഭ, ദിവ്യശക്തി, മഹാബലം, അപരാജിത വീരൻ, ഫിലിസ്ത്യമർദ്ധകൻ. അയ്യോ, മതി മതി മതി. ഇപ്പോൾ നിങ്ങളുടെ വീരൻ എവിടെ ഉണ്ടാകും? ഓ, അതൊന്നും പറയാൻ ഒക്കുകയല്ല.
മൂപ്പർക്ക് തോന്നുന്ന പോലെയാ. വിശന്നാ നേരെ എഷ്തോക്കാട്ടിലോട്ട് ഒരു പോക്കാ. എന്നാ ഊരാന്നോ, എന്താ ഈ വിരൽ വെച്ച് ഒറ്റ ഞൊട്ട. ഒരു കാട്ടുപോത്തൊക്കെ ഡിം, ഒറ്റ ഇരിപ്പിന് അത് മുഴുവൻ ചുട്ടു തിന്നും. ചുമ്മാ നിങ്ങൾ അത് കണ്ടിട്ടുണ്ടോ? അല്ല, കണ്ടതല്ല, ഇങ്ങനെ ആൾക്കാർ പറയുമല്ലോ, നമുക്ക് കേൾക്കാലോ. വരൂ, കടന്നു വരൂ. 1000 കാന്താരി പൂത്തിറങ്ങുന്ന അറാഫാക്കുന്നിൻ്റെ അടിവാരത്തിട്ട് ആട്ടിക്കുറുകി അളന്നെടുത്ത് വെയിലത്തിട്ട് ആട്ടിത്തെളിച്ചെടുത്ത കലർപ്പില്ലാത്ത കാട്ടുതേൻ. ഒരു കുപ്പി 5 ദ്രാഗ്മ മാത്രം. അതെ, വരൂ. ഇത് വലിയ ശല്യമായല്ലോ. എടോ, തനിക്കറിയാവോ, കുറച്ചു കാലം മുമ്പ് ഈ സാംസൺ പോകുന്ന വഴിക്ക് ഒരു സിംഹം അലറിക്കൊണ്ട് അങ്ങോട്ട് വന്ന് ചാടി. ഈ അങ്ങോട്ട് നമ്മുടെ സാംസന്റെ മേത്തോട്ടേ വാ പൊളിച്ച് ഒറ്റ കടിക്ക് കാട്ടുപോത്തിൻ്റെ തല വരെ കടിച്ചെടുക്കുന്ന എനവ ഈ കാട്ടിലെ സിംഹം. എന്നിട്ട് എന്നാ പറ്റി? വാ പൊളിച്ച സിംഹത്തിന് ഓർമ്മ കാണും. നമ്മുടെ സാംസണേ ആ കിഴുത്താടിയും മേൽത്താടിയും കൂടെ കൂട്ടി ഒരു പിടി അങ്ങ് പിടിച്ചു. ചുമ്മാ വട്ടയില കീറുന്നു, അല്ലെങ്കിൽ കീറിക്കളഞ്ഞെന്നേ, പിന്നല്ല. ഇത് തള്ളല്ല, ഉള്ളതാ. ആരോടും പറയണ്ട. ഈ തേനില്ലേ, ആ സിംഹത്തിൻ്റെ അസ്ഥിയിൽ കൂടുകൂട്ടി ഈച്ചയുടെയാ. അപ്പോ പുള്ളി ആളൊരു യുദ്ധവീരൻ തന്നെ അല്ലേ? അത് പണ്ട് ഈ സാംസണേ, ഒന്നിക്കേ നോക്കണം. അത്തിത്തേൻ, പരുത്തിത്തേൻ, പുറ്റുതേൻ, പൂന്തേൻ, പുഷ്. അല്ല, കൈക്ക് എന്നാ പറ്റിയതാ? തീപ്പൊള്ളല. പൊള്ളലിന് തേൻ നല്ലതാ എന്ന് ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നല്ലതാണോന്ന്. തീപ്പൊള്ളലേറ്റ തൃക്കൈക്ക് ത്രിലോക തൃക്കാവിടെ തരുനിരകൾ താര. ഈ ഏത്താം പാറക്കെട്ടിലേക്ക് ഏതു വഴി പോകണം? ഏത്താൻ പാറക്കിട്ടോ? യോ, അങ്ങോട്ടൊന്നും പോകല്ലേ പൊന്നെ. മനുഷ്യന് കയറി ചെല്ലാൻ കൊള്ളുന്ന സ്ഥലം വല്ലതും ആണോ അത്? മൊത്തം പ്രശ്നമാന്നേ. ഏത്താമിൽ പോകാനുള്ള വഴിയാണ് ചോദിച്ചത്. അത് പറഞ്ഞാൽ മതി. ഓ, ഒയ്യോ, എനിക്കെന്ത്? നേരെ കിഴക്കോട്ട് പോയ ഒരു 300 നടപ്പ് ദൂരം, പിന്നെ വലത്ത് തിരിഞ്ഞ് ഒരു 30-35 സ്ഥാദിയോൺ പോയാൽ ഏത്താമെത്തും. വലത്തോട്ട് പോയേക്കല്ലേ പൊന്നെ, ഫിലിസ്തീന്മാർ കൂടാരം കെട്ടി കാവലിരിക്കുന്ന സ്ഥലവാ. യൂതനെ കണ്ട കൊന്നു തള്ളും. വഴിമാറി അങ്ങോട്ട് ചെന്ന് കയറി കൊടുക്കണ്ട. ഒരു കുപ്പി തേനല്ലായിരുന്നു, അപ്പോൾ ഒരു 5 ദ്രാഗ്മ എടുത്തോ. പണമായിട്ടൊന്നും കയ്യിലില്ല, പിന്നെ എപ്പോഴേലും കടം വീട്ടാം. ഡോ, ആ പരിപാടിയൊന്നും ഇവിടെ നടക്കുകയല്ല. ആരോഗ്യമുണ്ടെന്ന് വെച്ച് തോന്നിവാസം കളിക്കാമെന്ന് വിചാരിക്കല്ലേ. ഇതേ സാംസന്റെ സ്ഥലവാ. വെളച്ചിലെടുക്കാതെ ദ്രാഗ്മേട്. ഓഹോ, ഈ കൈ എങ്ങനെയാ പൊള്ളിയതെന്നറിയാമോ? ഓ, അത് പറയാൻ എന്നായിരിക്കുന്നു. ഇതുപോലെ ദ്രാഗ്മ കൊടുക്കാതെ ഏതെങ്കിലും കടയിൽ പോയി വല്ലതും മേടിച്ച് തിന്ന് കാണും. പൈസ കൊടുക്കാത്തതിന് കടക്കാരൻ അടുപ്പത്ത് നിന്ന് തീക്കൊള്ളി എടുത്ത് കുത്തിയും കാണും. ഏത്? എടോ, നീ കുറുനരിയെ കണ്ടിട്ടുണ്ടോ? എങ്കിൽ കേട്ടോ, കുറുനരിയുടെ വാലിൽ നിന്ന് തീ പടർന്നതാണ് ഈ പൊള്ളൽ. ആ ചരിത്രം നീയൊക്കെ പിന്നെ കേൾക്കും. ഇപ്പോൾ ഞാൻ പോകും. കടം വീട്ടാൻ കഴിഞ്ഞില്ലെങ്കിൽ കടപ്പാടിൻ്റെ പേരിൽ നീയൊക്കെ എന്നെ ഓർക്കും. എൻ്റെ സാംസൺ ഇതറിഞ്ഞാലുണ്ടല്ലോ. എടോ, താൻ ശരിക്കും സാംസനെ കണ്ടിട്ടുണ്ടോ? എൻ്റെ മോനെ, ചോദ്യം നോക്ക്. 9 അടി കരിവീട്ടി പൊക്കവാ. ഒരു 4 അടി വണ്ണത്തിന് ചില്ലറ വല്ല കുറവും ഉണ്ടായാല. ആജാനുബാഹു, ബലിഷ്ഠകരം. 9 അടി പൊക്കം, 4 അടി വണ്ണം, മണ്ണാൻ കട്ട. എടോ, ആ പോയവനില്ലേ, ദാൻ ഗോത്രത്തിലെയാ. ഇസ്രായേലിനെ ഇനി 20 വർഷം ഭരിക്കാനുള്ള ന്യായാധിപൻ.
അവനാത് സാംസൺ. ദാനിലെ മനോവയുടെ പുത്രൻ സാംസൺ. ഇപ്പോൾ നിൽക്കുന്നിടത്ത് നിന്നോളൂ. അനുവാദമില്ലാതെ ഇനി ഒരടി കൂടി മുന്നോട്ട് വെച്ചാൽ ഏത്താം പാറക്കെട്ടിലെ കഴുകന്മാരും ഇന്ന് സാംസൺ കൊന്നിട്ട മനുഷ്യരുടെ ഇറച്ചി തിന്നും. അയ്യോ, തെറ്റിദ്ധരിച്ചതാണേ. ഞങ്ങൾ ശത്രുക്കളല്ല, ഞങ്ങൾ അങ്ങയുടെ കൂടപ്പിറപ്പുകളാണ്, യഹൂദർ. ശത്രുക്കൾക്ക് മുകളിലാണ് നിങ്ങൾ. ഫിലിസ്ത്യർ യഹോവയുടെ ജനത്തിനെതിരെ യുദ്ധം ചെയ്യുന്നു, നിങ്ങളോ യഹോവയ്ക്കെതിരെയും. അയ്യോ, അങ്ങനെ പറയല്ലേ. ഫിലിസ്ത്യർ നമ്മെ അടിമകളാക്കി വെച്ചതിൽ പിന്നെ യഹോവയെ ആരാധിക്കുന്നത് നിരോധിച്ച വിവരം നിനക്ക് മറിഞ്ഞുകൂടെ? നിർത്തിക്കോ, പുഴുത്തവായി അധികം തുറക്കണ്ട. ന്യായം വിധിക്കാൻ കർത്താവ് എന്നെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രധാന കാരണം നിന്റെയൊക്കെ അധാർമിക ജീവിതമാണ്. അതിന് നിങ്ങൾ കണക്ക് പറയേണ്ടി വരും. ആ കണക്ക് ഇസ്രായേലിന്റെ ന്യായാധിപനായി സാംസൺ പറയിപ്പിക്കുക തന്നെ ചെയ്യും. പരിഹാരം ചെയ്യാൻ ഞങ്ങൾ യഹോവയുടെ ജനം തയ്യാറാണ്. പക്ഷേ അതിനു മുൻപ് നമ്മെ അടിമകളാക്കി വച്ചിരിക്കുന്ന ഫിലിസ്ത്യരെ കൊന്നൊടുക്കാൻ അങ്ങ് തന്നെ മുന്നിട്ടിറങ്ങണം. അതിനൊരു പദ്ധതിയുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. സാംസണ് ബുദ്ധി ഉപദേശിക്കാൻ മാത്രം മുലപ്പാൽ നിറുകയിൽ കയറിയിരിക്കുന്നവൻ ആരുണ്ടടാ? ദയവായി അങ്ങനെ കരുതല്ലേ. അങ്ങയുടെ ശക്തിക്കൊപ്പം ഞങ്ങൾ കരുതി വച്ചിരിക്കുന്ന ഈ ബുദ്ധി കൂടി ചേർന്നാൽ അങ്ങയുടെ ജനതയ്ക്ക് വിമോചനം അസാധ്യമല്ല. ഇരുമ്പാണിയിൽ തൊഴിക്കുന്ന വിഡ്ഢിയുടെ വിൺവാക്കിന് ബുദ്ധി എന്നാണോ നീയിട്ട പേര്? പറ കേൾക്കട്ടെ, ഞാൻ എന്തു വേണമെന്നാണ് നിങ്ങൾ പറയുന്നത്? ഫിലിസ്ത്യർക്കെതിരെ ഒരു ചാരപ്രവർത്തനം, അതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ അങ്ങയെ പിടിച്ചുകെട്ടി ഫിലിസ്ത്യരെ ഏൽപ്പിക്കുന്നു. ശേഷം അങ്ങയുടെ ശക്തിക്കരുത്തിൽ യഹോവയുടെ ജനത്തിന്റെ വിജയം. സാംസണെ ബന്ധിക്കാനുള്ള കയർ നിർമ്മിച്ചവൻ ആരായാലും ശരി, പരാജയത്തിന്റെ മറുപേരായ അവനെ ലോകം വാഴ്ത്തു. സാംസൺ ഒരു പദ്ധതിയുണ്ട്. വരൂ, ബന്ധിച്ചോളൂ. ഇനി എന്നെ പിടിച്ചു വലിച്ച് ഫിലിസ്ത്യ നായ്ക്കളുടെ മുൻപിൽ കൊണ്ടുചെല്ലൂ. നിയതിയൊരുക്കിയ നീതി യഹോവയുടെ കയ്യിലൂടെ അവരറിയാൻ പോകുന്നു.
സംശയമില്ല, ചാരവൃത്തിയിൽ മൊസാദിനുള്ള ഏറ്റവും പഴയ മാതൃക സാംസൺ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് വൈകിട്ട് അത് ലോകത്തോട് പ്രഖ്യാപിക്കാൻ പോകുന്നു. ദി സാംസൺ ഓപ്ഷൻ. സുഹൃത്തുക്കളെ, ബൈബിളിലെ ന്യായാധിപന്മാരുടെ പുസ്തകമനുസരിച്ച് 3000-ഓളം വർഷങ്ങൾക്ക് മുമ്പ് ഏത്താം പാറക്കെട്ടിനടുത്ത് വെച്ച് സാംസൺ എന്ന ന്യായാധിപൻ തൻ്റെ ജനത്താൽ സ്വയം ബന്ധിയായി ഫിലിസ്തീയർക്ക് മുമ്പിൽ ഒരടിമയെന്നോണം എത്തപ്പെട്ടു. ക്രൂരവിചാരണ നടത്തിക്കളയാമെന്ന ഉദ്ദേശത്തിലെത്തിയ 3000-ഓളം വരുന്ന ഫിലിസ്തീയരുടെ മുമ്പിൽ സാംസൺ തന്നെ ബന്ധിച്ചിരുന്ന കട്ടിക്കയർ ചണനാരുപോലെ പൊട്ടിച്ചു കളഞ്ഞു. ചുറ്റും നോക്കിയപ്പോൾ കണ്ടത് ആയിടെ ചത്ത ഒരു കഴുതയുടെ താടിയല്. അതെടുത്തവൻ 1000 പേരെ കൊന്നൊടുക്കി എന്ന ബൈബിൾ ഭാഷ്യത്തിൻ്റെ ശാസ്ത്രീയ തെളിവ്. പ്രിയപ്പെട്ടവരെ, ഇതാ ഇന്ന് നമ്മൾ ബയോമോളിക്കുലർ ആർക്കിയോളജിയിലെ ആർക്കിയോളജിക്കൽ പ്രോട്ടോമിക് അനാലിസിസ് സിദ്ധാന്തം പ്രകാരം ലോകത്തിനു മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. യെസ്, ദ സ്റ്റോറി ഓഫ് സാംസൺ ഈസ് ട്രൂ and it is scientifically proved. ആരെന്തു പറഞ്ഞാലും ശരി, ആ സാംസൺ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം യൂദയ മുഴുവൻ കീഴടക്കാമെന്നുള്ളത് വ്യാമോഹമാണ്. ഇതാ നോക്ക്, മുടിയുടെ നാരിനാണ് ജീവൻ തിരിച്ചു കിട്ടിയത്. പിശാചിന്റെ കരുത്താണവന്. ഒരു കഴുതയുടെ താടിയെല്ലുകൊണ്ട് മാത്രം അവൻ കൊന്നൊടുക്കിയ ഫിലിസ്തീയ കൂട്ടം ബാബേൽ ഗോപുരത്തോളം എന്നാണ് ഇപ്പോൾ അങ്ങാടിപ്പാട്ട്. 17,000 കാലാൾ വരുന്ന യഹൂദ സൈന്യത്തെ കീഴടക്കാൻ നമുക്ക് വേണ്ടി വന്നത് വെറും 2.5 ദിവസമാണ്. പക്ഷെ ഇവൻ ഒരു കീറാമുട്ടിയായി ഇന്നും നമ്മുടെ മുൻപിലിങ്ങനെ. അവന് കലി വന്നപ്പോൾ ഒരിക്കൽ ചെയ്തത് എന്താണെന്നറിയില്ലേ? 300 കുറുക്കന്മാരെ അവൻ ജീവനോടെ വേട്ടയാടി പിടിച്ചു. എന്നിട്ട് ഈ 2 വീതം വാല് കൂട്ടിക്കെട്ടി ആ വാലിന് തീ കൊടുത്ത് നമ്മുടെ വയലുകളിലേക്ക് ആട്ടിപ്പായിച്ചു വിട്ടു. വിളവെടുപ്പ് പ്രായമായ എത്രയളവ് കൃഷിയാണ് അവനന്ന് നശിപ്പിച്ചു കളഞ്ഞത് എന്നറിയാമോ? നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥയുടെ അടിത്തറയിളക്കിയൊരു നീക്കമായിരുന്നു അവൻ്റേത്. അവൻ പൊണ്ണനായ ഒരു ശക്തിമാൻ മാത്രമല്ല, ഇസ്രായേൽ ബുദ്ധിയുള്ള ഒരു ചാരൻ കൂടിയാണ്. അവനോട് ഇടപെടുന്നത് സൂക്ഷിച്ചു വേണം. ഓ, അവന്റെ മുഴുപ്പ് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരുന്നാൽ പോരാ, പ്രതിവിധി ആലോചിക്കണം. ആരുണ്ടവനെ തളയ്ക്കാനെന്ന് ആലോചിക്ക്. ഭോക്താവിൽ നിന്ന് ഭോജനവും മല്ലനിൽ നിന്ന് മാധുര്യവും പുറപ്പെട്ടു എന്നൊരു പഴഞ്ചൊല്ല് പറഞ്ഞ് അവൻ നമ്മുടെ ജനത്തെ വിഡ്ഢിയാക്കിയത് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? അവൻ കൊന്നിട്ട് കടന്നുപോയൊരു സിംഹവും പിന്നീട് ആ സിംഹത്തിൻ്റെ അസ്ഥിയിൽ കൂടുകൂട്ടിയ തേനുമായിരുന്നു അതിൻ്റെ ഉത്തരം. നമ്മുടെ ആളുകൾക്കാർക്കും അതാദ്യം പറയാൻ പറ്റിയില്ല. പക്ഷേ ഒടുവിൽ ആ ഉത്തരം നമ്മുടെ ആളുകൾ കണ്ടെത്തി. അതായത് തേനിനെ തേൻ കൊണ്ടെടുക്കുന്ന വിദ്യയുണ്ട് സുമേറിയക്കാരുടെ ഇടയിൽ. അത് പ്രയോഗിച്ചു. പെണ്ണ് എന്ന തേനിൽ അവൻ വീണു. ഇനിയും വീഴും. നമ്മൾ വീഴ്ത്തും. ഫിലിസ്ത്യരെ പട്ടികളായി കാണുന്ന സാംസ, ഇതാ നിനക്കുള്ള തേൻകണി തയ്യാർ. മകളെ, രാജ്യം നിന്നെ ഒരു സുപ്രധാനമായ ജോലി ഏൽപ്പിക്കുകയാണ്. ഒരുപക്ഷെ നിന്റെ ജീവൻ പോലും ഇതിന് പകരമായി നീ ഫിലിസ്തീയ രാജ്യത്തിന് കൊടുക്കേണ്ടി വരും. 1100 പൊൻപണം. ഒന്നല്ല, ഞങ്ങൾ ഓരോരുത്തരും നിനക്ക് തരും. തീർന്നില്ല, ഓർത്തോളൂ.
ചരിത്രവും കാലവും നിന്നെ ചാരസുന്ദരിമാരുടെ ദേവിയായി ഈ ലോകമുള്ളിടത്തോളം വാഴ്ത്തും. സാംസൺ എന്ന യഹൂദ ന്യായാധിപനെ തേൻകണിയിൽപ്പെടുത്തി വശീകരിച്ചു നശിപ്പിച്ചു കളയാനുള്ള ദൗത്യം ഫിലിസ്ത്യ ഹിദ്രീൻ സംഘം ഈ നിമിഷം മുതൽ തിമ്നാക്കാരിയായ ദലീലിയെ വിശ്വസിച്ചേൽപ്പിക്കുന്നു. ഉയിരുകൊടുത്തും മാതൃരാജ്യത്തിന്റെ അഭിമാനം കാത്തുവരൂ മകളെ. നിങ്ങൾക്ക് എന്നോട് സ്നേഹമുണ്ടെന്ന് പറയുന്നത് വെറുതെയാണ്. സ്നേഹമുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ എന്നെ പറ്റിക്കില്ലായിരുന്നു. എന്നെ വിശ്വാസമില്ലാത്തതുകൊണ്ടല്ലേ നിങ്ങളുടെ ശക്തിയുടെ രഹസ്യം എന്നോട് പറയാത്തത്? എനിക്കറിയാം, നിങ്ങളുടെ കണ്ണിൽ ഞാനൊരു വിലയില്ലാത്ത പൊട്ടിപ്പെണ്ണാണ്. അത് കൊള്ളാം. ഞാൻ നിന്നോട് 2 തവണ അതിന്റെ കാര്യം പറഞ്ഞിരുന്നല്ലോ. പക്ഷെ നീ ശരിയായി കേൾക്കാത്തത് കൊണ്ടല്ലേ? ഓ, അതിനെക്കുറിച്ച് പറയാതിരിക്കുന്നതാ നല്ലത്. ആദ്യം നിങ്ങൾ പറഞ്ഞു, ഉണങ്ങാത്ത പുതിയ 7 ചണനാരുകൊണ്ട് ബന്ധിച്ചാൽ നിങ്ങളുടെ ശക്തിയൊക്കെ കുറഞ്ഞ് സാധാരണ മനുഷ്യരെ പോലെ ആകുമെന്ന്. അത് പറ്റിപ്പായിരുന്നു. പിന്നെ നിങ്ങൾ പറഞ്ഞു, ഇതുവരെ ഉപയോഗിച്ചിട്ടില്ലാത്ത കയറുകൊണ്ട് കെട്ടിയാൽ നിങ്ങൾ ദുർബലനായി പോകുമെന്ന്. അതും നീ എന്നെ പറ്റിച്ചു. തീർന്നോ? പിന്നെയും നീ എന്നെ പറ്റിച്ചു. 7 തലമുടി ചുരുളെടുത്ത് പാവിനോട് ചേർത്ത് ആണിയിൽ അടിച്ചുറപ്പിച്ച് നെയ്താൽ നീ ബലഹീനനായി പോകുമെന്ന് പറഞ്ഞു. ഒരിക്കൽ കൂടി ദലീല നിന്നെ വിശ്വസിച്ചു. പക്ഷേ നീ അപ്പോഴും എന്നെ ചതിച്ചു. നിനക്കെന്നെ വിശ്വാസമില്ല. ഹൃദയം കൂടെയില്ലാത്ത സ്നേഹമാണ് നിന്റേത്. നിന്നെ വിശ്വസിച്ച ഞാനൊരു വിഡ്ഢി. ദലീല, നീ കരയാതിരിക്കൂ. നീ കരയുമ്പോൾ എന്റെ ശക്തി ക്ഷയിക്കുന്നു. മരണത്തോളം അതെന്നെ അലട്ടുന്നു. നിനക്കറിയില്ല നിന്റെ കാര്യത്തിൽ ഞാൻ എത്ര ദുർബലനാണെന്ന്. ഞാൻ നിന്നെ വിശ്വസിക്കട്ടെ ദലീല? എങ്കിൽ കേട്ടോളൂ. ക്ഷൗരക്കത്തി എന്റെ തലയിൽ സ്പർശിച്ചിട്ടില്ല. ജനനം മുതൽ ഞാൻ ദൈവത്തിന് നാസീർ വ്രതക്കാരനാണ്. മുടിവെട്ടിയാൽ എന്റെ ശക്തി നഷ്ടപ്പെട്ട് ഞാൻ മറ്റു മനുഷ്യരെ പോലെയാകും. ഇതും നീ എന്നെ പറ്റിക്കുന്നതാണെന്ന് എനിക്കറിയാം. ഒരു വിഡ്ഢിയെ പോലെ നിന്നെ വിശ്വസിക്കാൻ എന്റെ ജന്മം ഇനിയും ബാക്കി. നീ ഉറങ്ങിക്കോളൂ. എനിക്കിന്ന് ഉറക്കം വരില്ല. വിധിയെ പഴിച്ച് ഞാൻ ഈ രാത്രിയും വെളുപ്പിച്ചോളും. വിധിയെ തടുക്കാൻ ദലീല ആര്?
സാംസൺ, സാംസൺ എഴുന്നേൽക്കൂ. അപകടം! ഫിലിസ്തീർ നിന്നെ ആക്രമിക്കാനെത്തിയിരിക്കുന്നു. വേഗം രക്ഷപ്പെടൂ. ഞാൻ പുറകിലെ വാതിൽ തുറന്നിടാം. വേഗം പോയിക്കൊള്ളൂ.
അഭ്യാസങ്ങൾക്ക് പൊലിമ പോരല്ലോ. മാറ്റുകൂട്ടാൻ ആ യൂദയാക്കാരനെ കൊണ്ടുവരൂ. സാംസൺ, ഇന്നലെ വരെ അവനെ പേടിച്ചു കഴിഞ്ഞ ഫിലിസ്ത്യ ജനത ഇന്നവന്റെ അഭ്യാസ പ്രകടനങ്ങൾ കണ്ട് ആഘോഷിക്കട്ടെ. ഒന്നുകൂടി ആലോചിച്ചിട്ട് പോരെ. 1000 ആനയുടെ ഊര അവന് ഒരു പരീക്ഷണത്തിന് നിൽക്കണോ? ഇല്ലടോ, ഒന്നും പേടിക്കാനില്ല. അവന്റെ ശക്തിയൊക്കെ അവനെ വിട്ടുപോയി. നമ്മുടെ സൈനികർ അവന്റെ 2 കണ്ണും ചൂഴ്ന്നെടുത്തു. പ്രതികരിക്കാൻ പോലും ശേഷിയില്ലാതെ കരഞ്ഞു പിടഞ്ഞതേയുള്ളൂ. 1000 ഫിലിസ്ത്യരെ അടിച്ചു കൊന്ന സാംസൺ അവന്റെ ദൈവം പോലും അവനെ കൈവിട്ടു. അവൻ ഇനി ആജീവനാന്ത കാലം ഫിലിസ്ത്യ ജനതയ്ക്കടിമ. കൊണ്ടുവാ അവനെ. ഓ ദൈവമേ, ഞാനിതെവിടെയാണ്? എനിക്കെന്താണ് പറ്റിയത്? ദലീല, എന്തിനു നീ എന്നെ ചതിച്ചു? സ്നേഹത്തിന് നീ ചതി കൊണ്ട് തുല്യം ചാർത്തിയല്ലേ? ഓ യഹോവേ, തെറ്റു ചെയ്തു പോയെങ്കിലും ദൈവമേ, നീ എന്നെ പൂർണ്ണമായും കൈവിട്ടോ? ആരാണ് എന്നെ പിടിച്ചിരിക്കുന്നത്? എനിക്കൊന്ന് ചാരി നിൽക്കണം. എവിടെയാണ് തൂണുകൾ? എന്റെ കൈ പിടിച്ചൊന്ന് തൂണിൽ വെക്കാമോ? ദൈവമായ കർത്താവേ, എന്നെ ഓർക്കണമേ. ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു. എന്നെ ഒരിക്കൽ കൂടി ശക്തനാക്കണമേ. ഞാൻ നിന്നോട് ഒരിക്കൽ കൂടി യാചിക്കുന്നു. ഒരേ ഒരു തവണ കൂടി. എന്റെ കണ്ണുകളിൽ ഒന്നിന് ഫിലിസ്ത്യരോട് പ്രതികാരം ചെയ്യാൻ എന്നെ ശക്തിപ്പെടുത്തണമേ. ഓ ദൈവമേ, സാംസനെ കൈവിടല്ലേ. യഹോവയുടെ ശത്രുക്കളെ, നിങ്ങൾക്കു നാശം. സർവാപരാധങ്ങൾക്കും മാപ്പ് നൽകി. ഇതാ, യഹോവയുടെ ശക്തി ഒരിക്കൽ കൂടെ എന്റെ മേൽ ആവസിച്ചിരിക്കുന്നു. എന്റെ ശരീരത്തിൽ ഞാനത് അറിയുന്നു. യാഹ്വേ എബിനേസർ, ഫിലിസ്ത്യരോടുകൂടി ഞാനും മരിക്കട്ടെ.
ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് അനിശ്ചിതത്വത്തിലല്ല. ദശാബ്ദങ്ങളോളം ഇസ്രായേൽ രാജ്യം നിശബ്ദത തിരഞ്ഞെടുക്കുകയായിരുന്നു. തന്ത്രപരവും ഉദ്ദേശപൂർവകവും നിയന്ത്രിതവുമായ ഒരു നിശബ്ദത. എന്നാൽ ആ കാലഘട്ടം ഇവിടെ അവസാനിക്കുന്നു. റാനും അതിൻ്റെ കൂട്ടാളികളും സൃഷ്ടിക്കുന്ന ഉയർന്നു വരുന്ന അസ്തിത്വ ഭീഷണികളുടെ പശ്ചാത്തലത്തിൽ ലോകമേറെ കാലമായി അനുമാനിച്ചിരുന്ന ഒരു സിദ്ധാന്തത്തെ ഞങ്ങളിപ്പോൾ ഔദ്യോഗികമായി അംഗീകരിക്കുന്നു: സാംസൺ ഓപ്ഷൻ. ഇതിൽ യാതൊരു തെറ്റിദ്ധാരണയ്ക്കുമിടയില്ല. ഇത് യുദ്ധത്തിനുള്ള ആയുധമല്ല. ഇത് അവസാന അവസരത്തിൽ ഒരു പ്രതിജ്ഞയാണ്. ആണവായുധം മൂലമോ ശത്രുക്കളിൽ നിന്നുള്ള മറ്റേതൊരു ആക്രമണം മൂലമോ ഇസ്രായേൽ രാഷ്ട്രം നാശത്തിൻ്റെ അതിരിലേക്ക് എത്തിപ്പെടുന്നുവെങ്കിൽ, നമ്മുടെ നഗരങ്ങൾ വീഴുകയും നമ്മുടെ ജനതകൾ ഇല്ലാതാകുവാനുമുള്ള ഭീഷണി നേരിടുകയും ചെയ്യുന്നുവെങ്കിൽ, ലോകമേ കേട്ടുകൊള്ളുക, ഞങ്ങൾ ചരിത്രത്തിലേക്ക് ശാന്തമായി അപ്രത്യക്ഷരാവുകയില്ല. സ്വയം മരിക്കുമ്പോഴും ശത്രുക്കളെയും തകർത്തു വീഴ്ത്തിയ പുരാതന വീരനായ സാംസനെ പോലെ ഞങ്ങൾ ഇല്ലാതാക്കുവാൻ ശ്രമിക്കുന്ന ഏത് ശക്തിയെയും വേരോടെ പിഴുതേ നാശമടയുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ലോക ജനതയുടെ മുമ്പിൽ ഞങ്ങളിത് ഔദ്യോഗികമായി അവതരിപ്പിക്കുന്നു. ദി സാംസൺ ഓപ്ഷൻ ഈസ് ഓൺ. സാംസനെ കണ്ടോ? എന്തേ മുഖം കണ്ടില്ലെന്നോ? മനഃപൂർവ്വം ആ മുഖം കാണിക്കാത്തതാണത്രേ. കണ്ടില്ലേ? ദൈവം തിരഞ്ഞെടുത്തതും പ്രത്യേക ദൗത്യത്തിനായി വേർതിരിക്കപ്പെട്ടവനുമായിരുന്നെങ്കിലും സാംസൺ തൻ്റെ വികാരങ്ങൾക്കും ഇച്ഛകൾക്കും അടിമയായി ജീവിച്ചു. പ്രത്യേകിച്ച് സ്ത്രീകളോടുള്ള ബന്ധത്തിൽ കാണുന്ന അവൻ്റെ അനാസ്ഥയും ആത്മനിയന്ത്രണക്കുറവും അവനെ ദൈവവിളിയോട് വിശ്വസ്തതയില്ലാത്തവനാക്കി. അവൻ്റെ ശക്തി നഷ്ടപ്പെടുന്നത് മുടിമുറിച്ചതുപോലെയുള്ള ശാരീരികമായ കാരണത്താലല്ല, ദൈവത്തോടുള്ള വിശ്വാസബന്ധം തകരുന്നതിൻ്റെ അടയാളമായാണ് വ്യാഖ്യാനിക്കുന്നത്. എന്നിരുന്നാലും ജീവിതത്തിൻ്റെ അവസാനത്തിൽ തൻ്റെ തെറ്റുകൾ തിരിച്ചറിഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം വീണ്ടും അവന് ശക്തി നൽകി. ഇതിലൂടെ ദൈവകൃപ മനുഷ്യൻ്റെ വീഴ്ചയേക്കാൾ വലുതാണെന്നും സത്യമായ മാനസാന്തരമുണ്ടായാൽ രക്ഷയും വീണ്ടെടുപ്പും സാധ്യമാണെന്നും കത്തോലിക്ക വിശ്വാസം ഊന്നിപ്പറയുന്നു. യുദ്ധത്തിൻ്റെയും കെടുതിയുടെയും ഈ നാളിൽ ഒരിക്കൽ കൂടി മുച്ചൂടും മുടിവിൻ്റെ സാംസൺ ഓപ്ഷൻ ചർച്ചയാകുന്ന ഈ കാലഘട്ടത്തിൽ വിശ്വാസത്തോടെ മനസ്സ് തിരിയാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു.
അവൻ എന്നെയാണ് എല്ലാ കാര്യവും പറഞ്ഞേപ്പിച്ചിരിക്കുന്നത് കേട്ടോ. മാമനോടൊന്നും തോന്നല്ലേ? ഞാൻ കണ്ടു, കണ്ണടച്ച് കിടക്കണം ഞാൻ കണ്ടു, കണ്ണടച്ച് കിടക്കണം ഞാൻ കണ്ടു, കണ്ണടച്ച് കിടക്കണം ഞാൻ കണ്ടു. ഇദ്ദേഹം വലിയൊരു കോടീശ്വരനാണ്. അതെ അതെ, അംബാനിക്കൊപ്പം പണക്കാരനാണ്. അംബാനിയേക്കാൾ ഇത്തവണത്തെ ഇയറിലെ കണക്ക് വെക്കപ്പെടും. അതെ അതെ, അംബാനിയേക്കാൾ മേലെ. എന്ത് തേങ്ങയാണ് പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. കാണാൻ അത്ര ഭംഗിയൊന്നും ഇല്ലെങ്കിലും സ്വഭാവം അത്ര നന്നൊന്നും അല്ലാട്ടോ. എന്ത് ശാന്തമായ ഉറക്കം. കണ്ണടച്ച് കിടക്കുന്നത് ഞാൻ കണ്ടു, കണ്ണടച്ച് കിടക്കുന്നത് ഞാൻ കണ്ടു. നീ എന്തിനാ അതിനോട് ദേഷ്യപ്പെടുന്നത്? അതിന്റെ കഷ്ടപ്പാട് നമ്മൾ മനസ്സിലാക്കണ്ടേ? ഇത് കുഴപ്പമില്ല. അല്ല, അനാഥ കുട്ടികളാ ഈ വീട്ടിലെ വളരുന്നേ. ഞങ്ങളെ അച്ഛാമ്മന്നേ വിളിക്കൂ. നമസ്കാരം. പണക്കാരൻ. റിസർവ് ബാങ്ക് വരെ ഇദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ട്. 3 എണ്ണം. സ്കൂൾ ഡ്രിങ്ക്സ് കുടിക്കാം. ഞാൻ പോകുന്നു. ബൈ ബൈ.